ജ്യോതിഷത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചും കൂടുതലായി നമ്മളിപ്പോൾ സംസാരിക്കുകയുണ്ടായി. ഹസ്തരേഖാ ശാസ്ത്രത്തിലും താങ്കൾക്ക് കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഹസ്തരേഖാ ശാസ്ത്രം? ഈ ശാസ്ത്രം അതിൽ ഞാൻ ഫോളോ ചെയ്തേക്കണ ഈ ഷീറോ അല്ലെങ്കിൽ കെയ്റോ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് ഉണ്ടാക്കിയത്. ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ധാരാളം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കൃത്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൃത്യത ഒരു പക്ഷേ നമ്മൾ ഈ ജാതകം ഗണിച്ചിരിക്കുന്ന ജാതകത്തിനേക്കാളും കൃത്യത കൂടുതൽ ഈ ഹസ്തരേഖയ്ക്കല്ലേ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര കൃത്യമാണ്. ശരിക്കും പഠിച്ച് പറയണവർക്ക് കയ്യിൽ നിന്ന് ഹസ്തരേഖ അത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു പരിചയം നല്ലോണം വേണം. അതിന് ലെൻസിൻ്റെ സഹായം കൂടി വേണം. ചിലപ്പോൾ വളരെ ഒളിഞ്ഞും മങ്ങിയും കിടക്കണമായിരിക്കും. അത് നോക്കി കണ്ടുപിടിച്ചിട്ട് ആദ്യം ശാസ്ത്രം പഠിക്കാം. പ്രധാനമായിട്ട് ഇതിൽ ഈ മണ്ഡലങ്ങളിൻ്റെ രേഖകളുമാണ്. ശുക്രമണ്ഡലം, ചന്ദ്രമണ്ഡലം, ചൊവ്വാമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ കയ്യിൻ്റെ ഈ ഭാഗം, ഈ പെരുവിരലിൻ്റെ അടിയിലുള്ള ഭാഗം ശുക്രമണ്ഡലം, ഇവിടെ ഈ ഭാഗം ചന്ദ്രമണ്ഡലം, ഈ ചെറുവിരലിൻ്റെ നേരെ താഴെയുള്ളത് ബുധമണ്ഡലം, ഈ മോതിരവിരലിൻ്റെ താഴെയുള്ളത് സൂര്യമണ്ഡലം, ഈ നടുവിരലിൻ്റെ അല്ലെങ്കിൽ പാമ്പ് വിരലിൻ്റെ താഴെയുള്ളത് ശനിമണ്ഡലം, ചൂണ്ടുവിരലിൻ്റെ താഴെയുള്ളത് വ്യാഴമണ്ഡലം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിന് മൗണ്ട് എന്ന് പറയും മണ്ഡലത്തിൽ. മൗണ്ട് ഓഫ് വീനസ്, മൗണ്ട് ഓഫ് മൂൺ, മൗണ്ട് ഓഫ് മാർസ്, മാർസിൻ്റെ കുറച്ച് ഇപ്പുറത്തുണ്ട് മാർസ്, അതായത് ചൊവ്വ, മൗണ്ട് ഓഫ് മെർക്കുറി, മൗണ്ട് ഓഫ് സൺ, മൗണ്ട് ഓഫ് സാറ്റേൺ ആൻഡ് മൗണ്ട് ഓഫ് ജൂപ്പിറ്റർ. ഇങ്ങനെയാണ് തരുന്നത്. അപ്പം മണ്ഡലങ്ങളായി. ഇനി ലൈൻസ് ഉണ്ട്. ആയുർരേഖ, ശിരോരേഖ, ഹൃദയരേഖ, അതിന് ലൈഫ് ലൈൻ, ഹെഡ് ലൈൻ, ഹാർട്ട് ലൈൻ എന്ന് പറയും. ലൈഫ് ലൈനാണ് ഈ കാണിക്കുന്നത്. ഈ ഇതിൻ്റെ ബൗണ്ടറി, ഇതിൻ്റെ അതിർത്തി, ശുക്രമണ്ഡലത്തിൻ്റെ അതിർത്തിയാണ് ലൈഫ് ലൈൻ. നടുക്കുള്ളത് ഹെഡ് ലൈൻ, ശിരോരേഖ. ഇത് ഹാർട്ട് ലൈൻ, ഹൃദയത്തിനെ കാണിക്കുന്നത്. അപ്പം ഇതിൽ കയ്യിൻ്റെ അത് മണ്ഡലം മൗണ്ടും പറഞ്ഞു, രേഖകളും പറഞ്ഞു. ഇനി കയ്യിൻ്റെ ഷേപ്പുണ്ട്, പല ഷേപ്പുണ്ട്. അതായത് ഈ 7 തരം ഹസ്തങ്ങളുണ്ട്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റിക് ഹാൻഡ്, അതുമാതിരി തന്നെ സ്പാറ്റ്ലൈക്ക് ഹാൻഡ്, ഫിലോസഫേഴ്സ് ഹാൻഡ്, അങ്ങനെ പലതരത്തിലുണ്ട്. പിന്നെ മിക്സഡ് ഹാൻഡ്. അപ്പോൾ കൈയിൻ്റെ ഷേപ്പ് വെച്ചിട്ടും പറയാം. ഷേപ്പ് നോക്കിയാൽ അറിയാം കാണുന്നത് നല്ലതാണോ. അപ്പോൾ കൈയിൻ്റെ പൊതുവെയുള്ള ഷേപ്പ്, അതിൻ്റെ വലിപ്പം, വിരലുകളുടെ നീളം. 5 വിരലുണ്ടെങ്കിൽ ഈ 4 വിരലിന് ചില അപൂർവ ചില ആൾക്കാരുടെ ഈ 2 വിരൽ, ഈ പാമ്പ് വിരലും മോതിര വിരലും ചിലപ്പോൾ സമത്തിലുള്ളതായിരിക്കും. ചിലരുടെ ഈ 3 വിരലും സമത്തിലുള്ളതായിരിക്കും. ഈ ചൂണ്ടുവിരലും ഈ 3 വിരലും അപ്പോൾ ചിലത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പെരുവിരലാണെങ്കിൽ ചിലത് വളയണതുണ്ടെങ്കിൽ വളയണതുണ്ട്, സ്റ്റിഫായിട്ടുള്ളത് കൈ. അതിനും പലമുണ്ട്. വളയണതുണ്ട്, സ്റ്റിഫായിട്ടുള്ളത്. അപ്പോൾ ഈ വിരലിൻ്റെ നീളവും നോക്കിയിട്ടിടും. പിന്നെ അതിൽ 3 ഡിവിഷൻസ് ഉണ്ട്, 3 ഖണ്ഡങ്ങളുണ്ട്. സാമാന്യമായിട്ട് 3 ഖണ്ഡങ്ങൾ വേണം. ഈ ഖണ്ഡങ്ങൾക്കും അതിൻ്റെ വലിപ്പമുണ്ട്. ഏരിയ എന്ന് പറയും. അതിൻ്റെ നീളത്തിലാണ്. അത് നോക്കിയിട്ടും ഫലപ്രഖ്യാപനമുണ്ട്. ഈ അതുമാതിരി പെരുവിരലിൻ്റെയും നോക്കിയിട്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള രേഖകൾ, ആ രേഖകളാണ് പ്രാധാന്യമുള്ളത്. പിന്നെ ഉള്ളിൽ ചില അടയാളങ്ങളുണ്ട്. ഈ ഐലൻഡുകൾ, അതായത് ദ്വീപുകൾ, പിന്നെ കറുത്ത കുത്തുകൾ, വെളുത്ത കുത്തുകൾ, ചുവന്ന കുത്തുകൾ, ഡോട്ട്സ്, അതിന് ഈ മറവുകളെന്ന് പറയും, മറവുകൾ. അതുമൊക്കെ ഇതിൽ പിന്നെ ഈ ശൂലാകൃതികളുണ്ട്, ത്രികോണ ആകൃതിയിലുള്ള ചില അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശൂലാകൃതി, ത്രികോണാകൃതി, ഈ ദ്വീപിൻ്റെ ആകൃതി ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്ലസ് അടയാളങ്ങളുണ്ട്. ഇങ്ങനെ ഈ അടയാളങ്ങളും അത് ഓരോന്നിനെ സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ വന്ന ഓരോ മണ്ഡലങ്ങളിൽ വന്ന അതിന് ഓരോന്നിനും ഓരോരോ ഫലങ്ങളാണ്. ചിലയിൽ ആയുസ് വരും, ചിലർക്ക് ഐശ്വര്യം വരും. ചില മണ്ഡലം മാറി വന്ന ഐശ്വര്യം ഉണ്ടാകും, 2 വരും. അപ്പോൾ ഓരോ അതിൻ്റെ കളറിന് വരെ വ്യത്യാസമുണ്ട് ഹസ്തരേഖ. ഈ ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം ഈ ദോഷങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ ആയസിനെ ഹരിക്കാനാണെങ്കിൽ അതിനുള്ള മന്ത്രങ്ങളുണ്ട്. ഓരോ ദേവതകളെ ഇപ്പോൾ അസ്ട്രോളജിയിൽ ജ്യോതിഷത്തിൽ പറഞ്ഞേക്കണം പോലെയുള്ള പരിഹാര മാർഗങ്ങളിൽ പറഞ്ഞാൽ മതി. ആയസിനെ ബാധിക്കാനായിട്ട് ശിവൻ മൃത്യുഞ്ജയനാണ്. അതുമാതിരി തന്നെ ഈ ചൊവ്വയുടെ ദോഷമാണെങ്കിൽ ചൊവ്വയുടെ അധിഷ്ഠാന ദേവത. ഇപ്പോൾ ഈ ശനിദോഷം ഉണ്ടെങ്കിൽ ശനിദോഷം പലതരത്തിലും വരാം. അതായത് 12 ശനി, ജന്മത്തിൽ ശനി, 2 ശനി, 4 ശനി, 7 ശനി, 8 ശനി, 10 ശനി, അങ്ങനെ 7 സ്ഥാനത്ത് ശനി നിന്ന ദോഷമാണ്. ശനി ഒരു രാശിയിൽ 2.5 വർഷം നിൽക്കുക. മന്ദന് പേര് വരാൻ കാരണം സാവധാനം സഞ്ചരിക്കുന്നു. മന്ദം
ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഒരേ ഗ്രഹം ശനിയാണ്. അപ്പോൾ ശനിയാണ് ഒരാളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയും ആയുസ്സിനെയും നിർണ്ണയിക്കുന്ന ഒരു ഘടകം ശനിയാണ്. ശനീശ്വരൻ എന്നൊരു പ്രത്യേക പദവിയും കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാബിനറ്റ് റാങ്ക് ഒറ്റ മിനിസ്റ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ശനീശ്വരൻ. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഗ്രഹങ്ങളായിട്ട് നിൽക്കുമ്പോൾ ശനി ഈശ്വര പദവിയും കൊടുത്തിട്ട് പ്രത്യേക വകുപ്പും കൊടുത്ത് ഇവിടെ ഇരുത്തിയേക്കാണ്. അതിന് ശനി. അപ്പോൾ ഒരാളുടെ 90 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ ആ 90 വയസ്സിനെ 30 വീതം 3 ഗണ്ണമാക്കിയാൽ ഈ 17.5 വർഷം ശനി ബാധിക്കുന്ന സമയമാണ്. ബാക്കി 12.5 വർഷം മാത്രമേ ശനി ബാധിക്കാത്ത കാലഘട്ടമുള്ളൂ. അതാണ് അറിഞ്ഞിരിക്കുന്നത്. പരിഹാര മാർഗമായിട്ട് പല ജ്യോത്സ്യന്മാരും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും നേർച്ചകളുമൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെയധികം സാമ്പത്തികമായ ഒരു ഭാരം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബാധിക്കാറുള്ളത്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ താങ്കൾ നിർദ്ദേശിക്കാറുണ്ടോ? ഞാൻ പൊതുവെ ഒരു ശാസ്ത്രീയമായ സമീപനമാണ് നടത്താറെന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഒരു പരാധീനത അല്ലെങ്കിൽ അധിക ചെലവ് വരുന്ന യാതൊരു പരിഹാരങ്ങളും നിർദ്ദേശിക്കാറില്ല. കാരണം ഇത് നമ്മൾ ആ വ്യക്തി അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വ്രതം അനുഷ്ഠിക്കാം, നൊയമ്പ് ഒരിക്കലും വ്രതം അതനുഷ്ഠിക്കാം. പിന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്ര സന്ദർശനത്തിന് പോവാം. സന്ദർശിച്ചിട്ട് അവിടെ പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വളരെ പ്രധാനം. പ്രദക്ഷിണം, പിന്നെ ദർശനം, മനനം. പ്രദക്ഷിണം വെച്ച് അകത്ത് കയറിയ ദേവതയെ നമ്മൾ ദർശിക്കുന്നു, മനനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നാമം ചെയ്യുന്നു. ഇതിൽ 3 ബലം കിടക്കുന്നത്. ആ വ്യക്തി അത് ചെയ്യുന്ന ബലം അതിൽ കിട്ടുന്നു. അങ്ങനെ എത്രയോ തവണ അടുപ്പിച്ച് പോകും. അത് കൂടുതൽ ചെയ്യുന്നതോടെ അതിന് ബലം കൂടുതൽ കിട്ടും. പിന്നെ ആ നാമങ്ങൾ ചെല്ലാം. നാമങ്ങൾ വീട്ടിലിരുന്ന് ജപിക്കാം, മന്ത്രങ്ങളും ചെല്ലാം. ഈ നാമങ്ങളും മന്ത്രങ്ങളും ചെല്ലുമ്പോൾ സംസ്കൃത നാമങ്ങളാണ് ഇത് അധികവും വരിക. ബലമുണ്ട് അതിന്. പലതിൻ്റെ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുള്ള ആരും ജപിക്കാറ്. അതിന് വിരോധമല്ല, വേണ്ട. കാരണം നമുക്കിപ്പോൾ നമ്മൾ ധാരാളം ഔഷധങ്ങൾ സേവിക്കുന്നുണ്ട്. അതിൻ്റെ ഘടന അറിഞ്ഞിട്ടല്ലോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാണ്ട, ആ ഘടന അറിയാണ്ടാണ് കഴിക്കണേ. ഡോക്ടർ കുറിച്ച് തന്നു, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നു, കണ്ണടച്ച് കഴിക്കുന്നു. ഇപ്പോൾ ചോറ് തന്നെ നമ്മൾ ഉണ്ടുന്നു, അതിൽ എന്തോ പ്രാധാന്യമുണ്ട്, അതിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെയുള്ള വിശ്വാസം കഴിക്കല്ലേ. അപ്പോൾ വാട്ട് ഓൾ വി ഈറ്റ്, നമ്മൾ കഴിക്കുന്നതിനൊക്കെ നല്ലത് എന്നുള്ള വിശ്വാസം കൊണ്ട് കഴിക്കണം. അവിടെ വിശ്വാസം ഉണക്കാൻ അല്ല, നമുക്ക് യാതൊരു തെളിവില്ല. തെളിവ് ആചരിക്കാൻ പോലും മനസ്സിലാവും. അന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ മന്ത്രങ്ങൾ ജപിക്കാം, അർത്ഥമറിയാതെ ജപിക്കാം. അതിന് സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ്, 2 ഇഫക്റ്റ് ഉണ്ട് അവിടെ. ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നതിനാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയുക. അതിന് പൂർണ്ണ ബലമാണ്. അത് ഒരു തവണ കിട്ടിയാൽ ഏറെക്കുറെ പൂർണ്ണ ബലം കിട്ടും. അതല്ലാത്തതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ്, ഒരു അർത്ഥം അറിയാണ്ട് വെറുതെ ജപിക്കണം. പക്ഷേ അത് എന്തോ നാമമാണ്, കീർത്തനമാണ്, സ്തുതിയാണ്, സ്തോത്രമാണ് എന്നുള്ള വിശ്വാസമുണ്ട്. അത് ആ വിശ്വാസം കൊണ്ട് ചേരണേന് ബലമുണ്ട്. പക്ഷെ അത് 2 or 3 തവണ ജപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ബലം കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ ബലം. അപ്പോൾ അതുകൊണ്ട് അർത്ഥം അറിയാതെയും ചെല്ലാം. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ കാകകൃഷ്ണ പികകൃഷ്ണ കോപേതോ പികകാകയോ വസന്തകാലയെ സംപ്രാപ്തിയായി കാക പിക എന്നൊരു ശ്ലോകമുണ്ട്. അതിനർത്ഥം അതിൽ കൃഷ്ണ എന്നുള്ള പദം കൃഷ്ണനായിട്ട് യാതൊരു ബന്ധവുമില്ല. കാക്കയും കറുത്താണ്, കുയിലും കറുത്താണ്. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമല്ല. പക്ഷേ വസന്തകാലം വരുമ്പോൾ കാക്കയുടെ സ്വഭാവം കാണിക്കും, കുയിലിൻ്റെ സ്വഭാവം കാണിക്കും. അത്രയേ ഉള്ളൂ. ഈ കൃഷ്ണ എന്നുള്ള വാക്ക് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചാണ് തെറ്റിദ്ധരിച്ചിട്ട് ഒരാൾ ദിവസം പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കാകകൃഷ്ണ പികകൃഷ്ണ എന്ന് ജപിക്കാറുണ്ട്. അത്രേ. ഇതിൻ്റെ സമയം അറിവുള്ള ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങളെന്ത് അബദ്ധമായി ചെയ്യണേ, അമ്പലത്തിൻ്റെ കൃഷ്ണൻ്റെ മുമ്പിൽ പോയി കാകകൃഷ്ണ പികകൃഷ്ണ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? അർത്ഥം പറഞ്ഞിട്ടല്ല, എന്നാൽ ഇതാണ് അർത്ഥം. കാക്കയും കറുത്താണ്, കൃഷ്ണ എന്ന് വെച്ചാൽ കറുപ്പ നിറന്നർത്ഥം. പികകൃഷ്ണ പികം വെച്ചാൽ കുയിലും കറുത്താണെന്നേ അർത്ഥമുള്ളൂ. ഭഗവാനായിട്ട് ഒരു ബന്ധമില്ല. അപ്പോഴാണ് അയ്യോ ഭഗവാനെ ഞാൻ അബദ്ധം ചെയ്തു, തെറ്റ് ക്ഷമ പൊറുക്കണമെന്ന് പറഞ്ഞ് അപരാധം പറഞ്ഞ് പോന്നു. ഇതെല്ലാം. അപ്പോൾ അന്ന് രാത്രിയും ഈ സ്വപ്നത്തിൽ ഭഗവാൻ ചാറ്റിങ്ങിന് വന്നില്ല. അങ്ങനെ അത് നിർത്തിയതിന് ശേഷം ഭഗവാനെ പ്രത്യക്ഷ കാണില്ല. അപ്പോൾ സങ്കടമായി. പിന്നെ ഇദ്ദേഹത്തിന് തന്നെ ഭഗവാൻ തോന്നിച്ചത് തന്നെയാണ്, ഇത് നിർത്തിയതുകൊണ്ടാണ് ഞാൻ പടങ്ങിയിരിക്കണമെന്നൊരു തോന്നലായിട്ട് വീണ്ടും ക്ഷേത്രത്തിൽ പോയിട്ട് ഇതേ നാമം ചെല്ലാൻ തുടങ്ങിയപ്പോൾ അന്ന് രാത്രി പോലും ഭഗവാൻ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വിശ്വാസമാണ് കാര്യം, അവിടെ അർത്ഥമറിയലല്ല കാര്യം. അതുകൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും പൂന്താനത്തിൻ്റെയൊക്കെ ഇത് പറയുന്നുണ്ട്. അവിടെ പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞത് മനപ്രഭു അല്ല അമരപ്രഭുവാണെന്ന് പറഞ്ഞ് അവിടെ കളിയാക്കി. അങ്ങനെ കേട്ടത് നമ്മൾ. അതൊക്കെ വിസ്തരിച്ച ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ ഭഗവാന് ഭക്തിയും
ആ സമർപ്പണ ഭാവമാണ് ഇഷ്ടം. അല്ലാണ്ട് ഈ അറിവല്ല. ഒരു വ്യക്തിയുടെ അറിവിനെ ഭഗവാൻ കണക്കാക്കാറില്ല. അറിവിൽ അഹങ്കരിച്ചാൽ, അതായത് പാണ്ഡിത്യ ഗർവ്. അവിടെ ഈ മറ്റേ മേൽപ്പത്തൂർ പട്ടേരിപ്പാറിന് പാണ്ഡിത്യ ഗർവം വന്നപ്പോൾ അവിടെ അടി കൊടുത്തു, വാദം വന്നുകൂടെ. പൂന്താനത്തിനെ അവിടെ ഭഗവാൻ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് എന്നുള്ളതിൻ്റെ പാഠമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ എന്താണ് പ്രാർത്ഥനയുടെ? നമ്മുടെ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഈ മനസ്സ് രണ്ടും ഒരുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ ആ ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഭഗവാനോട്, അല്ലാണ്ട് മനുഷ്യൻ താഴ്ത്താനല്ല.